കൊച്ചി സേലം ഹൈവേ കൂടെ നമുക്ക് യാത്ര പോയാലോ? എങ്ങോട്ടാന്നല്ലേ? അങ്ങോട്ട് തന്നെ, ചെന്നൈക്ക്. ഓൾമോസ്റ്റ് ഒരു 666 കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ്. എന്ന് വെച്ചാലൊരു 12 മണിക്കൂർ ഡ്രൈവ്. എപ്പോഴത്തെയും പോലെ തന്നെ ഇപ്പോഴും നമ്മൾ നൈറ്റാണ് ഡ്രൈവ് ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2 പേരാണ് നോർമലി പോവുക. അപ്പോഴും അതെ, ഇപ്പോഴും അതെ. ഈ കഴിഞ്ഞ 10 തവണയും ഇതാ ഇപ്പോഴും നമ്മൾ ട്രെയിനോ ബസ്സിനോ അല്ല കേട്ടോ, നമ്മുടെ സ്വന്തം വണ്ടിക്ക്, ഇന്നോവയ്ക്കാണ് യാത്ര. നൈറ്റ് ലോങ് ഡ്രൈവ് ഞാൻ എൻ്റെ പൊന്നും മക്കളെ വല്ലാത്തൊരു ഫീലാണ്. അത് പ്രത്യേകിച്ച് ഇന്നോവ. അവന്മാരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ആ ഒരു കംഫർട്ടും വേറെ ലെവലാണ്. പിന്നെ ആ തമിഴ്നാട്ടിലേക്ക് കയറുമ്പോണ്ടല്ലോ, ആ 4 വരിപ്പാതയിലേക്ക് കയറുമ്പോഴുള്ള സുഖമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 1-2 കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു 90, 100, 110 സ്പീഡിലേക്കും പോകുന്നത്, പക്ഷേ ഇടിമിന്നൽ പോലെ സൈഡിൽ കൂടെ ഒരു വെള്ളി വെളിച്ചം പോകുന്ന കാണാം. പിന്നെ മല പോലെ വൈക്കോലും കയറ്റിക്കൊണ്ട് ഇതുപോലെ കുറച്ച് വണ്ടികളും. നമ്മൾ സാധാരണ നൈറ്റ് ഒരു 8-8:30 ഇവിടുന്ന് ഇറങ്ങാറ്. ഒരു 9:10 നമ്മൾ തമിഴ്നാടെത്തും. നേരം വിളിക്കുമ്പോൾ എന്തായാലും ചെന്നൈയിൽ നമ്മളെത്തും. ആ കാണുന്നതാണ് കേട്ടോ ചെന്നൈയിലെ നമ്മുടെ പ്രോജക്റ്റ്. പമ്പ സെറ്റപ്പാണ്. ഒരു ഏരിയ ഫുള്ള് കൺസ്ട്രക്ഷനാണ് കേട്ടോ. ഒരു ഏരിയയിൽ മൊത്തം ഒരു ഫ്ലാറ്റ് സെറ്റപ്പും അപ്പുറത്തെ ഏരിയയിലേക്കായിട്ട് പ്രീമിയം വില്ലാസും. ഇതാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള വില്ല കേട്ടോ. മൊത്തത്തിൽ നിന്ന് കണ്ടു വെച്ചോ, ഇതിൻ്റെ മൊത്തം ലുക്ക് നമ്മൾ മാറ്റാൻ പോവുക. നമ്മുടെ ബേസ് എറണാകുളമാണെന്നും എന്നാൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് ചെന്നൈ ആണെന്നൊന്നും അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. മെഷർമെൻ്റ് എടുത്ത് കൊട്ടേഷൻ കൊടുത്തിട്ട് ആൾ കൺഫേം ചെയ്താൽ വിത്തിൻ 2 ഡേയ്സിൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. മെഷർമെൻറ്റ് സ്പോട്ടിൽ തന്നെ നമ്മുടെ കമ്പനി വാട്സപ്പ് ഗ്രൂപ്പിൽ എത്തിയിട്ടുണ്ടാവും. നമുക്ക് ഓൾറെഡി നമുക്കിവിടെ വർക്ക്ഷോപ്പുണ്ട്, സ്റ്റിച്ചിങ്ങിൻ്റെ യൂണിറ്റ് ഉള്ളതിനാൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊറിയർ എത്തിച്ചേരേണ്ട താമസം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ പോകുന്നത് ആ കൊറിയർ റിസീവ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. പോകുന്ന വഴി ചെന്നൈ ടൗണിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഒന്നിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ. നമ്മുടെ കൊറിയറുമായിട്ട് കേരളത്തിൽ നിന്ന് വന്ന വണ്ടിയാണ് കേട്ടോ. നമ്മുടെ കൊറിയർ മാത്രമല്ല, അവർക്കത് കുറേ ചക്കയായിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ നമ്മുടെ കൊറിയറൊക്കെ കിട്ടി, നമ്മുടെ വർക്കൊക്കെ ഫിനിഷ് ആയി കേട്ടോ. അത് കാണിച്ചു തരാവേ. പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മൾ ഉള്ളിലിട്ടേക്കുന്ന ഷീർ കട്ടറാണ് കേട്ടോ. അത് പുറത്തുനിന്ന് കാണുമ്പോഴുള്ള വ്യൂ ഒരു പ്രീമിയം ലുക്കായിരുന്നു. നമുക്കിനി ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഏരിയ ആണ് കേട്ടോ, ലിവിങ് സ്പേസാണ് കാണുന്നത്. അവിടെ ഷീറും മെയിനും ഉള്ള സീലിംഗ് എന്നുള്ള കട്ടറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ഫുള്ളാവുന്നുള്ളൂ, കാരണം അവർ താമസം ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല. നമ്മൾ കോമൺ ഏരിയയിലെ ആ ഒരു കട്ടൻ്റെ ഏരിയ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് കയറുമ്പോൾ കിഡ്സ് ബെഡാണ് നമ്മൾ ആദ്യം കാണുന്നത്. കിഡ്സ് ബെഡിൽ നമ്മൾ റോമൻ ബ്ലൈൻഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ താഴെ നിന്നും ആ വ്യൂ കണ്ട ആ ബെഡ്റൂമേ. ഉള്ളിലെ ഷീറും ഫ്രണ്ടിൽ കാണുന്ന ബ്ലാക്ക് ഔട്ട് കട്ടറാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വെയിലടിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുള്ളി ബ്ലാക്ക് ഔട്ടാണ് ഇവിടെ സെലക്ട് ആക്കിയിരിക്കുന്നത്. അകത്തെ ഒരു ഓഫ് വൈറ്റ് കളറിൽ പ്ലീറ്റഡ് കട്ടണും ഫ്രണ്ടിൽ റിപ്പിൾ ഫോൾഡ് കട്ടറാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്.